തിരുനാവായ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ചെയർമാനും ശ്രീ സ്ഥാപനങ്ങളുടെ MD-യുമായിട്ടുള്ള ശ്രീ CPM ഹാരിസും, ബഹുമാനപ്പെട്ട തിരൂർ നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാത്തിമത്ത് സജന മാഡത്തെ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാതെ. അതോടൊപ്പം തന്നെ ഉപഹാര സമർപ്പണത്തിന് വേണ്ടിയിട്ട് മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റ് തിരുനാവായയുടെ ചെയർമാൻ CP മുഹമ്മദ് ആരിസ് അവരെ ക്ഷണിക്കുന്നു. അടുത്തത് മാമാങ്കം ട്രസ്റ്റിന്റെ പുസ്തകം കൈമാറുന്നതിന് വേണ്ടി ശ്രീ ഉമ്മർ ചെരക്കലിനെയും ക്ഷണിക്കുന്നു. അമ്മയുടെ പ്രഥമ വനിതാ പ്രസിഡന്റ് ശ്വേതാമോഹനന് അമ്മ നാട്ടിൽ സ്വീകരണം നൽകി. ഈ സ്വീകരണത്തിന്റെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ശ്രീമതി ഫാത്തിമത്ത് സജന 2 വാക്ക് സംസാരിക്കുന്നു. സാംസ്കാരിക രംഗങ്ങൾക്ക് നിറം പകരുന്ന തിരൂർ പൗരാവലി മാമാങ്കം ട്രസ്റ്റ് ഏവർക്കും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. വളരെ ധൃതി പിടിച്ചൊരു ചടങ്ങാണ്. ഇനി അവിടെ ഒരു പ്രോഗ്രാമിനെ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു ധന്യ മുഹൂർത്തമാണ്. നമ്മുടെ മലയാളികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ തുഞ്ചൻ്റെ മണ്ണിന് ഏറെ അഭിമാനം തോന്നുന്ന ഒരു വാർത്തയാണ് കേട്ടിട്ടുള്ളത്. കാരണം മലയാളികളുടെ താരസംഘടനയായ അമ്മയുടെ അമരത്ത് ഒരു പ്രഥമ വനിത പ്രസിഡന്റായി എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. നമുക്കറിയാം, അമ്മ എന്നുള്ളൊരു സംഘടന 1994 രൂപീകൃതമായെങ്കിലും ഇന്നസെന്റ് ആദ്യ പ്രസിഡന്റായി വന്നുവെങ്കിലും ഒരുപാട് സ്ത്രീകൾ അതിൽ അംഗങ്ങളായിട്ടുണ്ടെങ്കിലും പക്ഷേ ഒരു കീ പോസ്റ്റിലേക്ക് ഒരു ലേഡി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ഒരു വനിത എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനം തോന്നുന്ന മുഹൂർത്തമാണ്. ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റായി അമ്മയുടെ അമരത്ത് എത്തിയിട്ടുള്ള നമ്മുടെ ശ്വേതാജിക്ക് എല്ലാവിധ അഭിനന്ദനവും ഭാവുകങ്ങളും നേരുന്നു. നമ്മുടെ അമ്മയെ കൈപിടിച്ചുയർത്താൻ വേണ്ടി മുന്നോട്ട് നയിക്കാൻ താരസംഘടനയ്ക്ക് ഒരു കൂട്ടായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ പൗരാവലിക്കും അതുപോലെ മാമാങ്കം ട്രസ്റ്റിനും വേണ്ടി എല്ലാവരുടെയും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ അമ്മയുടെ നാട്ടിൽ തന്നെ തിരൂര് വെച്ചിട്ട് ഇങ്ങനെ ഒരു ആദരവ് കിട്ടുക. ഭയങ്കര സന്തോഷം. നല്ലൊരു ഇമോഷണലായ ഒരു മൂമെൻ്റാണ്. ഒന്നും പറയാനില്ല. ജസ്റ്റ് ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ ഒരു യാത്ര തുടർന്ന് ഒരു 10 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ അനുഗ്രഹം വേണം, പ്രാർത്ഥനയിൽ വെക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന വേണം. താങ്ക് യു. ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഈ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. എല്ലാവർക്കും, അതുപോലെ തന്നെ ഈ സാക്ഷിയാകുമായിരുന്നിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കൾക്കും മറ്റു വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.